നിന്നാണ് കോൺഗ്രസിനോടുള്ള നിലപാടിൽ മുനമ്പം സമരസമിതിയിൽ ഭിന്നത. പ്രതിപക്ഷ നേതാവിന് ഒരു വിഭാഗം തുറന്ന കത്തെഴുതി വഖഫ് ആക്ട് മൂലം ദുരിതമനുഭവിക്കുന്ന ജനങ്ങളോട് കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് ഒരു വിഭാഗം ചോദിക്കുന്നു. കഴിഞ്ഞ നിയമസഭയിൽ എന്തുകൊണ്ടാണ് വിഷയം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാതിരുന്നത്? സർക്കാരിനെതിരെ എന്തുകൊണ്ട് പ്രതിപക്ഷം സമര പരിപാടികൾ സംഘടിപ്പിക്കുന്നില്ല? ഈ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള കത്ത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിന് മുനമ്പം സന്ദർശിച്ചപ്പോൾ കൈമാറിയിരുന്നു. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. നവമി, പ്രസക്തമായ ചില ചോദ്യങ്ങൾ കോൺഗ്രസിനോട് ചോദിക്കുകയാണ് സമരസമിതി. ആ കത്തിൽ അത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുമുണ്ട്. കാരണം നിയമസഭയിൽ വഖഫുമായി ബന്ധപ്പെട്ട പ്രമേയത്തിന് ഒരുമിച്ച് കൈയടിച്ചവരാണ്, വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്നവരാണ്. അങ്ങനെ ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട് ഇവരുടെ വാദങ്ങൾക്ക്, കോൺഗ്രസിന്റെ വാദങ്ങൾക്ക്. പക്ഷേ ഒരു സമരഭൂമിയിലെത്തുമ്പോൾ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും എത്തുമ്പോൾ അവരെ സ്വീകരിക്കുക എന്നുള്ളതും അവരോട് ആ എതിർപ്പ് അവിടെ പ്രകടിപ്പിക്കാതിരിക്കുക എന്നുള്ളതൊരു മാന്യതയാണ്. അതവിടെ സംഭവിച്ചു. പക്ഷെ അതിനുശേഷവും ചില ഭിന്നതകൾ ഈ പിന്തുണയിലുണ്ട് എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, നമുക്കറിയാം ഈ മുനമ്പം വിഷയം ചർച്ചയായ തുടക്കം മുതൽ തന്നെ, അതായത് നമ്മൾ അവിടെ എത്തി മുനമ്പത്ത് സമരം ഇരിക്കുന്ന ഓരോ വ്യക്തികളുമായി സംസാരിക്കുമ്പോൾ അവർ ഒന്നടങ്കം പ്രതിപക്ഷ നേതാവിനെ അടക്കം രൂക്ഷമായി വിമർശിക്കുന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഈ സമരം ഇരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് 100 മീറ്റർ അകലെ വന്ന് പ്രതിപക്ഷ നേതാവ് തുടക്ക സമയത്ത് ഞങ്ങൾക്കൊപ്പമുണ്ടെന്ന് പറഞ്ഞു പോയതല്ലാതെ ഞങ്ങളെ ആശ്വസിപ്പിക്കുവാനോ ഞങ്ങളെ കേൾക്കുവാനോ ഒന്നും തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തയ്യാറായിരുന്നില്ല എന്ന് തുടക്കം മുതൽ തന്നെ മുനമ്പൻ നിവാസികൾ വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ ബി.ജെ.പി. അടക്കം അവിടെ എത്തുകയും മുനമ്പം ഈ ഭൂമി പ്രശ്നം വലിയ രീതിയിൽ ചർച്ചയാകുകയും ചെയ്ത സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് മുനമ്പത്തേക്ക് എത്തുന്നത്. ആ സമയത്താണ് ഇങ്ങനെ ഒരു തുറന്ന കത്ത് പ്രതിപക്ഷ നേതാവിന് കൈമാറിയത്. ഇതിൽ 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് മുനമ്പം നിവാസികൾ ചോദിച്ചിരിക്കുന്നത്. മുനമ്പം ജനത പ്രതിപക്ഷ നേതാവിന് ഒരു തുറന്ന കത്ത് അയക്കുകയാണ്. ഈ കത്തിൽ പ്രധാനമായും പറയുന്നത് ഈ വഖഫ് ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട എന്താണ് താങ്കളുടെ പ്രസ്ഥാനത്തിന്റെ നിലപാട്, അത് കൃത്യമായി പറയണം. ഇപ്പോഴും ഈ മുനമ്പം നിവാസികൾക്കൊപ്പം ഉണ്ടെന്ന് പറയുന്നതല്ലാതെ എന്താണ് ഈ വഖഫ് ഇന്ത്യയിൽ തന്നെ മുഴുവനും ഈ വഖഫ് ഭൂമി പ്രശ്നം അനുഭവിക്കുന്ന ഇന്ത്യൻ ജനതയോട് കോൺഗ്രസിന്റെ നിലപാട് അല്ലെങ്കിൽ UDF ഘടകകക്ഷികളുടെ നിലപാട് അതെന്താണെന്ന് ഇപ്പോഴും പ്രതിപക്ഷ നേതാവായിക്കോട്ടെ പാർട്ടി ആയിക്കോട്ടെ തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. അതിലെന്താണ് നിലപാടെന്ന് അറിയണം. അതോടൊപ്പം തന്നെ ഈ മുനമ്പ വിഷയം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ മുനമ്പ നിവാസികൾ സമരമിരിക്കുന്ന സമയത്ത് തന്നെയാണ് കഴിഞ്ഞ നിയമസഭ കൂടിയത്. അവിടെ ആ സമയത്ത് എന്തുകൊണ്ടാണ് മുനമ്പം വിഷയം ഒരു അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഈ പ്രതിപക്ഷം തയ്യാറാകാതിരുന്നത്? സർക്കാരിനെതിരെ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം സമരപരിപാടികൾ സംഘടിപ്പിക്കാത്തത്? സർക്കാരിന്റെ വീഴ്ചകൾ അല്ലെങ്കിൽ സർക്കാരിന് എതിരായിട്ടുള്ള പല കാര്യങ്ങളിലും പ്രതിപക്ഷം വലിയ രീതിയിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നതാണ്. പക്ഷേ മുനമ്പ നിവാസികൾ ഈ പ്രശ്നം എന്തുകൊണ്ടാണ് സമര രീതിയിലൂടെ സർക്കാരിനെ മുന്നിലേക്ക് എത്തിക്കുവാൻ പ്രതിപക്ഷം തയ്യാറാകാത്തത്? അതോടൊപ്പം തന്നെ മുനമ്പം പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന പ്രസ്താവനയിൽ കവിഞ്ഞ ഇതിലെന്ത് നിലപാടാണ് പ്രതിപക്ഷം എന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ സർക്കാരിനോട് മുന്നോട്ട് വെച്ചത്? എന്തെങ്കിലും നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മുനമ്പ നിവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അങ്ങ് തയ്യാറായിട്ടുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം കൂടി മുനമ്പം നിവാസികൾ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വഖഫ് ആക്ട് അമെൻഡ്മെന്റ് ചെയ്യാൻ കൂടുന്ന പാർലമെന്റ് സെഷനുകളിൽ കേരള UDF എംപിമാരുടെ നിലപാട് എന്തായിരിക്കും എന്ന കൂടി പ്രധാനപ്പെട്ട ചോദ്യം കൂടി പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്നുണ്ട്. മുനമ്പ പ്രശ്നം തീർക്കാൻ കേരള സർക്കാരിന് 10 മിനിറ്റ് മതി എന്ന കോൺഗ്രസും UDF ഘടകകക്ഷികളും പലവട്ടം പറയുന്നുണ്ട്. എന്താണ് ആ ഫോർമുല എന്നുകൂടി അറിയാൻ മുനമ്പൻ ജനതയ്ക്ക് ആകാംക്ഷയുണ്ട് എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് അവസാനിപ്പിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവിന് ഒരു തുറന്ന കത്ത്, അതിൽ പ്രധാനമായും പ്രതിപക്ഷ നേതാവിനെ അല്ലെങ്കിൽ UDF ഘടകകക്ഷികളെ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു തരത്തിൽ തന്നെയാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നവമി, ഇപ്പോൾ ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പലതവണയായി ഈ രാഷ്ട്രീയ കക്ഷികളുടെ ഇരട്ടത്താപ്പുമായി ബന്ധപ്പെട്ട് മുനമ്പം ജനത തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ല എന്നും MLA പോലും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതും പ്രതിപക്ഷ നേതാവ് എന്ത് ചെയ്യുന്നു എന്നുള്ളതും അത്തരം വിവരങ്ങളൊക്കെ. പക്ഷെ അവിടെ സമരഭൂമിയിലെത്താൻ വൈകിയ വേളയിലൊക്കെ പ്രതിപക്ഷം തയ്യാറാകുന്നുണ്ട്. കൊച്ചിയിൽ സമരമുഖം തുറക്കുമെന്ന് UDF പറയുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോൾ അങ്ങനെ ചില സമരങ്ങളിലേക്ക് UDFും കോൺഗ്രസും കടക്കുമ്പോഴും അവരുടെ നേരത്തെയുള്ള നിലപാടുമായി ബന്ധപ്പെട്ട് മാറ്റമുണ്ടോ എന്നത് ചോദിക്കുന്നത് മുനമ്പം ജനത ഒറ്റക്കെട്ടായാകും. അല്ലാതെ അവിടെ ഒരു
ഭിന്നത എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. കാരണം അവർക്ക് ചോദിക്കാനുള്ള ചോദ്യം പല രാഷ്ട്രീയ കക്ഷിയിലുള്ള ആളുകളുണ്ട് ആ സമരത്തിൽ എന്ന് നമുക്കറിയാം. പക്ഷെ അവർക്ക് ചോദിക്കാനുള്ള കാര്യം അവർക്ക് ഒറ്റ ലക്ഷ്യമാണ്, അവരുടെ ഭൂമി തിരിച്ചു കിട്ടണം. അതിന് എത്ര ആത്മാർത്ഥമായി കൂടെ നിൽക്കുന്നു എന്ന ചോദ്യമാണ്. അതിനെല്ലാ തലത്തിലും ആ വിഷയങ്ങളെ നിയമപരമായി പോലും എതിർക്കുക എന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതങ്ങനെയാണല്ലോ. അതെ രഞ്ജിത്ത്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കറിയാം ഈ തുടക്ക സമയത്ത് തന്നെ പ്രതിപക്ഷത്തിന്റെ നിലപാട് അല്ലെങ്കിൽ ഈ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് അത് അവർ കൃത്യമായി തുറന്നു പറയാൻ തയ്യാറായിരുന്നില്ല. മുനമ്പം നിവാസികളോടുള്ള അല്ലെങ്കിൽ മുനമ്പം പ്രദേശത്തുള്ളവരുടെ അല്ലെങ്കിൽ ഭൂമി പ്രശ്നം ഉന്നയിക്കുന്ന അവരോടുള്ള നിലപാട് അല്ലെങ്കിൽ അവർക്ക് ഏത് തരത്തിലുള്ള ഒരു ഐക്യദാർഢ്യമാണ് പാർട്ടിയിൽ നിന്നും ഉണ്ടാകുന്നതെന്ന് ചോദിക്കുന്ന പല ചോദ്യങ്ങളിലും ഒഴിഞ്ഞു മാറി അല്ലെങ്കിൽ പൊതുവെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയാൻ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ കോൺഗ്രസ് എംപിമാരോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതാക്കളോ ഒന്നും തന്നെ തുടക്ക സമയത്ത് തയ്യാറായിരുന്നില്ല. പിന്നീട് ഈ മുനമ്പത്തൊരു വർഗീയ ധ്രുവീകരണം നടത്താൻ BJP ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്ന സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മുനമ്പം പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തായിക്കോട്ടെ മുനമ്പൻ നിവാസികളുടെ ശരിയായിട്ടുള്ള പ്രശ്നത്തെ അത് അഭിമുഖീകരിക്കാൻ അല്ലെങ്കിൽ അതൊന്ന് അഡ്രസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ സർക്കാരിന്റെ മുന്നിൽ അത് മുനമ്പൻ നിവാസികൾക്ക് എന്ത് പരിഹാരമാണ് ഉണ്ടാക്കേണ്ടതെന്ന് നിർദ്ദേശിക്കാൻ ഈ കോൺഗ്രസ് പാർട്ടി തയ്യാറായിരുന്നില്ല എന്ന മുനമ്പൻ ജനതയുടെ ആശങ്ക അത് കൃത്യമാണ്. അത് നമ്മളും പലപ്പോഴും അത് റിപ്പോർട്ട് ചെയ്തതും കൂടിയാണ്. പിന്നീട് ഈ മുനമ്പം വിഷയം വലിയ രീതിയിൽ ചർച്ചയായതിനു ശേഷമാണ് കോൺഗ്രസ് അടക്കം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അടക്കം അവിടെ എത്തി അവരുമായി സംസാരിക്കാൻ തയ്യാറായിരുന്നത്. പക്ഷെ അപ്പോഴും കോൺഗ്രസ് നേതാവ് അടക്കം പ്രതിപക്ഷ നേതാവ് അവിടെ എത്തിയെങ്കിലും മുനമ്പൻ നിവാസികൾക്ക് ഇപ്പോഴും പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ 5 ചോദ്യങ്ങൾ വിട്ടുകൊണ്ട് 5 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇത് കൃത്യമായ മറുപടി ഞങ്ങൾക്ക് വരണം. തീർച്ചയായും അതാണ് മുനമ്പം സമര സമിതിയുടെ നിലപാട്. ഇന്നലെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കഴിഞ്ഞ ദിവസങ്ങളിലാണ് വി ഡി സതീശനും മറ്റ് UDF നേതാക്കളും ഒക്കെ മുനമ്പം സമരവേദിയിലെത്തുകയും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തത്. പക്ഷേ അവരോടും ചില ചോദ്യങ്ങൾ ചോദിക്കാൻ മുനമ്പം സമര സമിതിക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.